ഹലോടെ മക്കളെ, ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് IT ക്വിസ് മത്സരവുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള 50 ചോദ്യങ്ങളാണ്. നിങ്ങൾ IT ക്വിസ് മത്സരവുമായി ബന്ധപ്പെട്ട് തയ്യാറെടുക്കുകയായിരിക്കും എന്ന് നല്ലപോലെ അറിയാം. അപ്പോൾ ആ മുഴുവൻ കുട്ടികളും ഇവിടെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, നോക്കുക. ഒന്നാമത്തെ ചോദ്യം, കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഉത്തരമാണ്. ഉത്തരം ചാൾസ് ബാബേജ്. ഇനി അടുത്തത്, കമ്പ്യൂട്ടറിന്റെ മസ്തിഷ്കം എന്നറിയപ്പെടുന്നത് എന്താണ്? കമ്പ്യൂട്ടറിന്റെ മസ്തിഷ്കം CPU അല്ലെങ്കിൽ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. ഫുൾ ഫോം ചോദിക്കാറുണ്ട് കേട്ടോ. ഇതാണ് അതിന്റെ ഫുൾ ഫോം. CPUയുടെ പൂർണ്ണ രൂപം സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. റെഡി. അടുത്തത്, റാം എന്നതിന്റെ പൂർണ്ണ രൂപം എന്താണ്? നിങ്ങൾ ഓർത്ത് വയ്ക്കുക, റാം ഉണ്ട്, അതേപോലെ റോമും ഉണ്ട്. റാം റാൻഡം ആക്സസ് മെമ്മറി ആണെങ്കിൽ റോം റീഡ് ഓൺലി മെമ്മറിയാണ്. റെഡി. ഇന്ത്യയിൽ വികസിപ്പിച്ച സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പേര് പരം എന്നാണ്, ഓർത്തു വയ്ക്കുക. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചോദിച്ച ചോദ്യം തന്നെയാണ് കേട്ടോ. ദെൻ അടുത്ത ചോദ്യം, ഒരു ബൈറ്റിൽ എത്ര ബിറ്റുകളുണ്ട്? 8 ബിറ്റുകളാണ് ഒരു ബൈറ്റിൽ ഉണ്ടാവുക. റെഡി. ദെൻ WWW അല്ലെ, നമുക്കറിയാം, സൈറ്റൊക്കെ അടിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നതാണ് WWW എന്ന് അടിക്കുന്നത്. WWW എന്ന് പറഞ്ഞാൽ വേൾഡ് വൈഡ് വെബ് എന്നാണ് അർത്ഥം. ഓക്കെ. ഇനി ഇന്റർനെറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം വിൻഡൻ സെർഫ്. അടുത്തത്, ഇമെയിൽ കണ്ടുപിടിച്ചത് റേ ടോമിൽസൺ. ഓക്കെ. ഇനി കമ്പ്യൂട്ടർ വൈറസ് എന്നാൽ എന്താണ്? ഓക്കെ, കമ്പ്യൂട്ടർ വൈറസ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിനെ ഹാനികരമായി ബാധിക്കുന്ന ഒരു പ്രോഗ്രാമാണ് അല്ലെ ബഗ്ഗാണ് എന്ത് വൈറസ് എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് അത് എഴുതുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ്. കീബോർഡിൽ എത്ര ഫംഗ്ഷൻ കീകളുണ്ട്? നമുക്കറിയാം F1 എന്നുള്ള രീതിയിൽ എത്ര കീകളുണ്ടെന്നാണ്. അത് F12 വരെയാണ് ഉള്ളത്. മുകളിൽ നിങ്ങൾക്ക് കാണാം. ഓക്കെ. ഇന്ത്യയുടെ ആദ്യത്തെ കമ്പ്യൂട്ടർ ഏത്? ഉത്തരം ടിഫ്രാക്. TIFRAC. കമ്പ്യൂട്ടറിന്റെ ഒരു ഔട്ട്പുട്ട് ഉപകരണം, ഇഷ്ടംപോലെ ഔട്ട്പുട്ട് ഉപകരണങ്ങളുണ്ട്. അതിലൊന്ന് നമുക്കറിയാം മോണിറ്ററാണ്. ഓക്കെ. ഇനി അത് ഔട്ട്പുട്ട് നമുക്ക് പുറത്തേക്ക് കാണുന്നതാണ്. ഇനി അതേപോലെ ഇൻപുട്ട്, നമ്മൾ ഓരോ കാര്യങ്ങൾ ഉള്ളിലേക്ക് കൊടുക്കുന്ന ഒരു ഉപകരണത്തിന്റെ പേര് ഉത്തരം കീബോർഡ് ഒരു എക്സാമ്പിളാണ്. ഗൂഗിളിന്റെ സ്ഥാപകനാര്? ഉത്തരം ലാറി പേജ് ആൻഡ് സെർജി ബ്രിൻ. മൗസ് കണ്ടുപിടിച്ചത് ആരാണ്? ഉത്തരം ഡഗ്ലസ് എംഗൽബാർട്ട്. ഓക്കെ. ഇതൊക്കെ ഇങ്ങനെ കാണാതെ പഠിക്കേണ്ട ഉത്തരം തന്നെയാണ്. കമ്പ്യൂട്ടറിന്റെ ഭാഷകളിൽ ഏറ്റവും താഴ്ന്ന നിലയിലുള്ളത് എന്താണ്? ഉത്തരം മെഷീൻ ലാംഗ്വേജ് ആണ്. ഓക്കെ, റെഡി. ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനത്തിന് പറഞ്ഞ പേര്? ഓക്കെ, UPI എന്നാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് UPIയുടെ പൂർണ്ണ രൂപം അറിയണമെങ്കിൽ അതിവിടെ ഉണ്ട്. എന്താണ്? യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് അല്ലേ? നമ്മളൊക്കെ ഒരു ഡിജിറ്റൽ പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക് ആയിട്ടും GPayയോ അല്ലെങ്കിൽ ഫോൺ പേയോ Paytm ഒക്കെ എഴുതും. ഓക്കെ. അപ്പോൾ ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് UPI ആണ്. ഓക്കെ. കമ്പ്യൂട്ടറിലെ ഫയലുകൾ ഇല്ലാതാക്കാൻ ഉപയോഗിക്കുന്ന കീ ഡിലീറ്റ് കീ ആണ്. ഇനി ഓരോ കീകളുടെ പ്രത്യേകതയാണ് പഠിക്കുന്നത്. Ctrl+C കോപ്പി ചെയ്യാൻ, Ctrl+V ആ കോപ്പി ചെയ്തത് പേസ്റ്റ് ചെയ്യാൻ, Ctrl+X കട്ട് ചെയ്തെടുക്കാൻ, മൊത്തമായിട്ട് അവിടുന്ന് എടുക്കാൻ. റെഡിയല്ലേ? ഓക്കെ. അടുത്ത ചോദ്യം, നമ്മളെ പലപ്പോഴും യൂസ് ചെയ്യുന്നതാണ് Ctrl+Z അല്ലേ? Ctrl+Z എന്തിനു വേണ്ടിയിട്ടാണ്? അൺഡോ. ഒന്ന് നമ്മൾ ബാക്കിലോട്ട് പോവാൻ. ഓക്കെ, റെഡി. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക? നമ്മൾ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ട്, എന്ത് ചെയ്യുക? ഒന്ന് നമുക്ക് ബാക്കിലോട്ട് പോകാനോ ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്? Ctrl+Z യൂസ് ചെയ്യുക. കമ്പ്യൂട്ടറിന്റെ പ്രധാന സംഭരണ ഉപകരണം ഏത്? സംഭരണം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റോറേജ് അല്ലേ? ഉത്തരം ഹാർഡ് ഡിസ്ക് ആണ്. നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലേ? ഇനി ഒരു വെബ് ബ്രൗസറിന് ഉദാഹരണം? ഗൂഗിൾ ക്രോം, ഫയർഫോക്സ് ഒക്കെ ഒരു വെബ് ബ്രൗസറിന് ഉദാഹരണങ്ങളാണ്. ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ? ലോകത്തിലെ ഏറ്റവും വലിയ സെർച്ച് എഞ്ചിൻ ഏതാണ്? അപ്പോൾ നിങ്ങൾക്ക് മാറിപ്പോകാനുള്ള സാധ്യത ഉണ്ട്. ഗൂഗിൾ ക്രോം എന്നൊന്നും എഴുതി പോകരുത്. ഗൂഗിൾ ക്രോം ഒരു വെബ് ബ്രൗസറും സെർച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലിങ്കൊക്കെ നമുക്ക് അറിയാലേ, അത് ഗൂഗിളാണ്. ഇനി PDF, നമ്മളൊക്കെ നിരന്തരമായിട്ട് PDF എന്ന് പറയാറുണ്ട്. PDFന്റെ പൂർണ്ണ രൂപം പോർട്ടബിൾ ഡോക്യുമെന്റ് ഫോർമാറ്റ് ആണ്. കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു ഡോക്യുമെന്റ് ഫോർമാറ്റ്. AI
ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അടുത്ത ചോദ്യം, റോബോട്ടിക്സുമായി ബന്ധപ്പെട്ട ശാസ്ത്ര ശാഖ ഏതാണ്? റോബോട്ടിക്സ്. ഓക്കെ, അത് ഉത്തരം AI ആണ്. ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമുക്ക് എഴുതാൻ പറ്റും. റെഡി. ഇനി അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ചന്ദ്രയാൻ 3 ദൗത്യം ഏത് സ്ഥാപനമാണ് നടത്തിയത്? ഇസ്രോ അല്ലെങ്കിൽ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ? ഇല്ല, ഇന്ത്യയുടെ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. ISROയുടെ പൂർണ്ണ രൂപം ചോദിച്ചിട്ടുണ്ട്, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. അതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് കേട്ടോ. അടുത്തത്, ആദ്യ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ആരാണ്? ഉത്തരം അഡ ലവ്ലിസ്. ഓക്കെ, അഡ ലവ്ലിസ്. സ്പെല്ലിംഗ് നോക്കണേ. ദെൻ, കമ്പ്യൂട്ടർ സ്ക്രീനിലെ ചെറിയ ചിത്രം എന്താണ് വിളിക്കുന്നത്? ഓക്കെ, ചെറിയ ചിത്രങ്ങൾ കുറേ എണ്ണം ഉണ്ടാവില്ലേ, അതിന് പറയുന്ന പേരാണ് ഐക്കൺ എന്നാണ് പറയാ. ഓക്കെ, ഐക്കൺ. ഇനി സൈബർ കുറ്റകൃത്യങ്ങളെ എന്താണ് വിളിക്കുന്നത്? ഉത്തരം സൈബർ ക്രൈം. റെഡിയല്ലേ? സൈബർ ക്രൈം. QR കോഡിന്റെ പൂർണ്ണ രൂപം എന്താണ്? QR കോഡ് ക്വിക്ക് റെസ്പോൺസ് കോഡ് അല്ലെ? നമുക്ക് ഇഷ്ടംപോലെ നമ്മൾ QR കോഡ് യൂസ് ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും പേയ്മെന്റിനാണ് നമ്മളിപ്പോൾ കൂടുതലായിട്ടും QR കോഡ് യൂസ് ചെയ്യാം. ലോകത്തിലെ ഏറ്റവും ജനപ്രിയ വീഡിയോ ഷെയറിംഗ് പ്ലാറ്റ്ഫോം ഏത്? ഉത്തരം യൂട്യൂബ്. ഓക്കെ, ദെൻ ആൻഡ്രോയിഡ് വികസിപ്പിച്ച കമ്പനി ഏതാണ്? ആൻഡ്രോയിഡ് വികസിപ്പിച്ച കമ്പനി. ഉത്തരം ഗൂഗിൾ. റെഡി. ദെൻ, ഇന്ത്യയുടെ ദേശീയ ഡിജിറ്റൽ ലൈബ്രറി ഏത്? ഉത്തരം നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി ഓഫ് ഇന്ത്യ. ഡിജിറ്റൽ ലൈബ്രറിയാണ് കേട്ടോ, വേറെ ലൈബ്രറി അല്ല. കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളുടെ ഏറ്റവും വലിയ ശൃംഖല ഏതാണ്? കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളുടെ ഏറ്റവും വലിയ ശൃംഖലയാണ് ഇന്റർനെറ്റ്. നമുക്ക് നിരന്തരമായിട്ട് യൂസ് ചെയ്യുന്ന ഇന്റർനെറ്റ്. റെഡി. അടുത്ത ചോദ്യം, ബ്ലൂടൂത്ത് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇപ്പൊ നമ്മൾ അധികം ഒന്നും ബ്ലൂടൂത്ത് യൂസ് ചെയ്യാറില്ല. എവിടെ മാത്രമായി പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് സ്പീക്കറുകളിലോ അല്ലെങ്കിൽ കാറിലേക്കൊക്കെ കണക്ട് ചെയ്യാൻ ഇപ്പൊ അതും പോയിക്കൊണ്ടിരിക്കുകയാണ്. ബ്ലൂടൂത്ത് വളരെ കുറവാണ് അല്ലെ? നമുക്ക് കാസ്റ്റ് ചെയ്യുന്നതിലൊക്കെയാണ് വളരെ കുറഞ്ഞ രീതിയിലാണ് ഇപ്പോൾ ബ്ലൂടൂത്ത് യൂസ് ചെയ്യുന്നത് അല്ലെ? ആദ്യമൊക്കെ ബ്ലൂടൂത്ത് നിരന്തരമായിട്ട് യൂസ് ചെയ്തിരുന്നു. വൈഫൈയുടെ പൂർണ്ണ രൂപം എന്താണ്? ഉത്തരം വയർലെസ് ഫിഡലിറ്റി. വയർലെസ് ഫിഡലിറ്റി, WIFI, വൈഫൈ. 1 കിലോബൈറ്റിൽ എത്ര ബൈറ്റുകളുണ്ട്? 1 കിലോബൈറ്റിൽ 1024 ബൈറ്റുകളാണ്. ഓക്കെ, ഓർത്തു വയ്ക്കുക, 1 കിലോബൈറ്റിൽ 1024 ബൈറ്റുകൾ. ഓക്കെ, അതേപോലെ 1 മെഗാബൈറ്റിൽ എത്ര കിലോബൈറ്റുകളുണ്ട്? 1024. റെഡി അല്ലേ? നമ്മൾ നേരത്തെ 8 പഠിച്ചല്ലോ, അതിന്റെ കൂടെ ഇതുകൂടി നിങ്ങൾ ചേർത്ത് വയ്ക്കുക. 1024 ബൈറ്റുകൾ 1 കിലോബൈറ്റിലുണ്ട്. 1024 കിലോബൈറ്റുകൾ 1 മെഗാബൈറ്റിലുണ്ട്. ദെൻ, ലോകത്തിലെ ആദ്യത്തെ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ ENIAC ആണ്. ഡൊമൈൻ നാമത്തിൽ .in ഏത് രാജ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്? .in ഇന്ത്യ. റെഡി. സൈബർ സുരക്ഷയ്ക്കായി ഉപയോഗിക്കുന്ന രഹസ്യവാക്ക് പാസ്വേഡ്. ChatGPT ഏത് സാങ്കേതിക വിദ്യയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്? ഉത്തരം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. സോ നമ്മൾ 50 ചോദ്യങ്ങൾ ഇന്ന് പഠിച്ചു. റെഡിയാണോ? 50 ചോദ്യങ്ങൾ. ഇതൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യാം? നോട്ട് ബുക്കിലേക്ക് എഴുതിയെടുത്ത് മാത്രം പഠിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.